ഇവിടെ പോവുള്ളൂ. വല്ലവരുടെ പേരും പണല്ലേ, അവന് വല്ല വിഷമമുണ്ട്. അവൻ്റെ അനിയനും അത് ഇവിടെ തളർന്നു വീണു. ഇവിടെ അടുത്ത് 1000 ഹോസ്പിറ്റലുണ്ട്, കൊണ്ടുപോയി അമൃതയിലേക്കാം. പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മുടെ പണം ഇട്ടിട്ട് കളിക്കാണ്, നശിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ പറയണേ, ഞാൻ പറഞ്ഞു വല്ല ചാൻസ് ഉണ്ടോ പൈസ കിട്ടാൻ. അത് കേസ് കൊടുത്തവർക്കൊന്നും കോർട്ടിൽ നിന്ന് അല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചാൽ അല്ലാത്തവരെല്ലാം കൊടുത്തു കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ കേസ് പിൻവലിക്കാം. അപ്പം ട്യൂണ് മാറ്റി. അപ്പം അത് ബാങ്കിൽ വെറുതെ കൊണ്ടു വെച്ചിട്ടുള്ള പൈസയാണത്. എനിക്ക് തരാൻ പറ്റാത്ത വിഷമം നിങ്ങൾ ഓരോരോ മുടക്കുകൾ എന്തെങ്കിലും ഇട്ടുണ്ടാവുന്നു. എന്നിട്ട് കോർട്ടിൽ പോയി, അത് പോയി, ഇത് പോയി. അപ്പോൾ കോർട്ടിന്റെ കേസ് പിൻവലിക്കാന്ന് പറഞ്ഞതൊന്നും പറയുന്നുണ്ടോ? അവൻ തരാന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അവൻ 3 കൊല്ലം തരാൻ എല്ലാ ദിവസവും നാളെ മറ്റന്നാൾ ഇവിടെ വന്നിരിക്കണം, മറ്റൊരു തരാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നെയല്ലേ. അപ്പോൾ ഒരു തരത്തിലും വഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് യാതൊരു മനപ്രയാസവും ഇല്ല. ആരുടെ അടുത്തും നുണ പറയാൻ ഒരു വിഷമവുമില്ല. തട്ടിപ്പ് മുഴുവൻ നടത്തി പണം കയ്യിലായ കാരണമുള്ള അഹങ്കാരമാണ് കാണിക്കുന്നത് മുഴുവൻ. അപ്പോൾ അവൻ്റെ അടുത്ത് സാമാന്യ മര്യാദയോ നല്ല മര്യാദയോ ഒരു മര്യാദയും കിട്ടാത്ത ഒരാളുടെ അടുത്ത് ഈ സമരത്തിൻ്റെ മുകളിൽ നമ്മളെല്ലാവരും കിടന്ന് ഉത്സാഹിച്ച് ഗവൺമെൻറ് അതോറിറ്റീസ് അവർക്ക് പവർ വേണ്ടതുണ്ട്, എല്ലാം ചെയ്യാനുള്ള എല്ലാ അതുകളും ഉണ്ട്. കോർട്ടിൻ്റെ തരത്തിൽ വേണമെങ്കിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്യാൻ അവർക്ക് ഒഴിവില്ല. അതിപ്പോൾ ജോസാർ പറഞ്ഞാണ് ഇതിൻ്റെ കാര്യം. ശരി, താങ്ക് യു.